നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും കറങ്ങാൻ പോകണം എന്നല്ല ഉണ്ടാവില്ലേ? അപ്പൊ മലേഷ്യക്ക് ഇപ്പം വിസ ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയൂലേ? അപ്പൊ വിസ ഇല്ലെങ്കിലും ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ ഫ്ലൈറ്റും കയറി വരാൻ പറ്റൂല, കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ടിന് 6 months വാലിഡിറ്റി വേണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ കോഴിക്കോട് നിന്നും കൊച്ചി നിന്നെല്ലാം എയർ ഏഷ്യ ഉണ്ട്, നിങ്ങൾക്ക് 7 kg ബാഗേജ് ആയിട്ട് ലെസ് പ്രൈസിൽ ഫ്ലൈറ്റ്സ് കിട്ടും. പിന്നെ വേണ്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേംഡ് ഹോട്ടൽ ബുക്കിംഗ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് booking.com അഗോഡ, എയർബിഎൻബി, മേക്ക് മൈ ട്രിപ്പ് എന്തെല്ലോ സൈറ്റ്സ് ഇല്ലേ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ റിവ്യൂസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹോട്ടൽസ് തന്നെ ചെറിയ പ്രൈസിൽ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ കാണിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഡെയിലി ചെലവിന് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളടുത്ത് ചോദിച്ചിട്ടില്ല, എല്ലാവരുടെ ചോദിക്കുന്നില്ല, പക്ഷെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് പെർ ഡേ കണക്കിൽ പെർ പേഴ്സൺക്ക് 4000 rupees ആണ് കാണിക്കേണ്ടത്. അപ്പൊ അത് നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ക്രെഡിറ്റ്, ഡെബിറ്റ് എന്ത് വേണമെങ്കിലും കാണിക്കാം. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം കാർ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പൊ ആക്ച്വലി ഇന്ത്യൻ ലൈസൻസ് മതി എന്നാണ് അവർ പറയുന്നത്, ബിക്കോസ് അത് ഇംഗ്ലീഷിലായതുകൊണ്ട്. പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. ദെൻ കംസ് ദ മെയിൻ തിങ്. ഓക്കെ, അപ്പൊ വിസ വേണ്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു MDAC വേണം, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ്. അപ്പൊ നിങ്ങൾ വരുന്നതിന്റെ വിത്തിൻ 72 hours. അപ്പൊ ഞാൻ ഇന്ന് ട്രാവൽ ആക്കുന്നെങ്കിൽ അല്ല, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ട്രാവൽ ആക്കുന്നെങ്കിൽ ഇന്ന് മുതൽ 3 ദിവസമാണ് എന്റെ ടൈം. ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരു കാർഡിന് അപ്ലൈ ആക്കണം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയി MDAC മലേഷ്യ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്, MDAC എന്ന് പറഞ്ഞിട്ട്. ആ പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ ഫോറിൻ വിസിറ്റർ രജിസ്റ്റർ എന്ന് കാണാൻ പറ്റും. അവിടെ പോയി നിങ്ങളെ പേരും പാസ്പോർട്ട് നമ്പറിൽ അടിക്കണം. പിന്നെ മൊബൈൽ നമ്പർ, നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ഡേറ്റ് ഓഫ് അറൈവൽ മലേഷ്യയിൽ ലാൻഡ് ചെയ്യുന്ന ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ മലേഷ്യയിൽ നിന്ന് റിട്ടേൺ പോകുന്നത്, ഫ്ലൈറ്റ് നമ്പർ മലേഷ്യക്ക് വരുന്ന ഫ്ലൈറ്റിൻ്റെ, ലാസ്റ്റ് പോർട്ട് ഓഫ് എംബാർക്കേഷൻ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് ഒരു പിന്ന് കിട്ടും. ഇനി നിങ്ങൾ MDAC കാണണമെങ്കിൽ നിങ്ങൾ ചെക്ക് രജിസ്ട്രേഷനിൽ പോയി ആ പിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ MDAC കാണാൻ പറ്റും. അതിന് പ്രിന്റ് എടുത്തിട്ട് വന്നാൽ മതി. അപ്പൊ ഇങ്ങനെ സംഭവം സെറ്റ് അല്ലേ, ഈസി അല്ലേ? അപ്പം അത് കൂടാതെ നമ്മളെ പോലുള്ള കുറച്ച് പണിയില്ലാത്ത വ്ളോഗേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്ലേസസ് ടു വിസിറ്റ്, വെയർ ടു ഷോപ്പ്, വെയർ ടു ഈറ്റ് ഇതെല്ലാം ഇട്ടിട്ടുണ്ടാവും. അതെല്ലാം നോക്കിക്കോ.